നമ്മൾ 100 കുട്ടികളെ എടുത്താൽ അതിൽ 50 പേരും ഇത്തരത്തിലുള്ള ബാഡ് ഹാബിറ്റിന് അടിമപ്പെടുന്ന ഒരു കാലത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. 30 ഗ്രാം കഞ്ചാവുമായിട്ട് പ്രതിഭ MLA-യുടെ മകൻ എന്ന് പറഞ്ഞാണ് വാർത്ത വരുന്നത്. അപ്പം ഇതിനകത്തിലെ എൻ്റെ മോൻ്റെ ഇന്നലെ പിടിച്ചത് എന്ന് പറഞ്ഞ് അഭിഷേക് എന്നൊരു പയ്യൻ്റെ ഇന്നല്ലേ, അപ്പം എൻ്റെ മോനല്ലല്ലോ എന്ന് പറഞ്ഞതിനകത്ത് ഒരർത്ഥവുമില്ല. നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു. കേരളത്തിലേക്ക് പുതുവർഷ ആഘോഷങ്ങൾക്ക് വേണ്ടി ലഹരി ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്ന സംഘങ്ങളെക്കുറിച്ചുള്ള ചില ഒരു വാർത്തകൾ ചെയ്തത്. കാര്യം പുതുവർഷവുമായി ബന്ധപ്പെട്ട് ഇവിടെ ക്രിസ്മസ് പുതുവത്സരവുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും സംഭവിക്കുന്ന പോലെ ലഹരിയുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സംഭവിച്ചേക്കുന്ന ഒരു സംഭവം. കായംകുളം MLA U പ്രതിഭയുടെ മകൻ മറ്റ് 8 പേരുമായി കഞ്ചാവുമായി പിടിയിലായ ഒരു കേസ്. അതൊരു വലിയ വാർത്തയായിട്ട് ചാനലുകൾ ഇപ്പോൾ അങ്ങ് സംപ്രേഷണം ചെയ്യുകയാണ്. ഇതൊരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാതെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്ന മാതിരിയുള്ള കാര്യമാണ് ഇന്നിപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അത് ഓരോ ചാനലിലും പല രീതിയിലാണ് ഇതിൻ്റെ വാർത്തകൾ വന്നിട്ടുള്ളത്. 90 ഗ്രാം പിടിച്ചു എന്ന് പറയുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് 3 ഗ്രാമായിട്ട് കുറഞ്ഞു. ഇതിന് രാഷ്ട്രീയ ഇടപെടലുകളാണോ എന്ന് പോലും അറിയത്തില്ല. എന്തായാലും ശരി, ഇതൊരു ആഘോഷമാക്കുകയല്ലേണ്ട നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊരു ആൺകുട്ടിയാണ് നിലവ്. പക്ഷേ പെൺകുട്ടികൾ ഉപയോഗിക്കുന്നത് എത്രയോ കൂടുതലാണ് ഇന്ന് കേരളത്തിൽ നിന്നുള്ളത് ഇവിടുത്തെ എക്സൈസ് വകുപ്പിനും മറ്റ് ഉദ്യോഗസ്ഥർക്കും എല്ലാം അറിയാം. ഇതിന് ലഹരി വിരുദ്ധ ക്യാമ്പുകളും ഒത്തിരി കോളേജ് ക്യാമ്പസുകളിലും ഒക്കെ പല സംഘടനകളുടെ സഹായത്തോടു കൂടിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നാളെയും മറ്റന്നാളുമൊക്കെ ആയിട്ട് കേരളത്തിൽ ലഹരിയുടെ ഒരു കൂത്താട്ടമാണ് നടക്കുന്നത്. ഇപ്പോൾ സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ലഹരി വിരുദ്ധ സ്പെഷ്യൽ സ്ക്വാഡുകളുണ്ട്. അവർക്ക് കിട്ടിയ വിവരം അനുസരിച്ചാണ് തകഴിയിലെ ഒരു പാലത്തിൻ്റെ സമീപത്താണെന്ന് അറിഞ്ഞത് മദ്യം കഴിക്കുന്നുള്ളൊരു വിവരം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത്. അപ്പോൾ 9 പേരാണ് പിടിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ ഈ MLA-യുടെ മകനുമുണ്ട്. പക്ഷേ MLA-യുടെ മകനെ ലഹരി പിടിച്ചു എന്നുള്ള ന്യൂസ്, കാര്യം ഒരു രാഷ്ട്രീയത്തിൻ്റെ അതിനകത്തിലൊരു പൊതുപ്രവർത്തക ഉണ്ട്. അത് രാഷ്ട്രീയം നോക്കിയിട്ട് കാര്യമില്ല. ഇന്നത്തെ സമൂഹത്തിന്റെ പ്രശ്നമാണ് നാം കാണേണ്ടത്. കായംകുളം MLA U പ്രതിഭയുടെ മകൻ 90 ഗ്രാം കഞ്ചാവുമായി പിടിയിലായി എന്നതാണ് കുട്ടനാട് എക്സൈസ്. ഈ മനോരമയ്ക്ക് മാത്രം ഈ വാർത്ത എങ്ങനെ കിട്ടിയെന്നിടത്തില്ല. 90 ഗ്രാം. ഇനി വാർത്ത കറക്റ്റ് ആയതിനു ശേഷം ചിലപ്പോൾ ആയിരിക്കാൻ രാഷ്ട്രീയ ഇടപെടൽ കൊണ്ട് ചിലപ്പം മാറ്റി 3 ഗ്രാം ആക്കി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്നാണ് പറയുന്നത്. എന്തായാലും ശരി, പിടിച്ചവരെ ഈ സ്റ്റേഷൻ ജാമ്യത്തിൽ എങ്ങനെ വിട്ടു എന്നുള്ളതൊരു വലിയ ഇതാണ്. ഒരു 24 മണിക്കൂറെങ്കിലും കഴിയാതെ വിട്ടത് തന്നെ ഇതൊരു തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. കാര്യം ഇതിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശരിയോ തെറ്റോ എന്നുള്ളതല്ല, മിനിമം സ്റ്റേഷനിൽ നിന്ന് പോലും അത്ര പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കാതെ ഇവരെ എങ്ങനെ വിടാൻ സാധിച്ചു എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അതിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടത് രാഷ്ട്രീയത്തിനും അല്ലെങ്കിൽ ഈ ചിന്താഗതികൾക്കൊക്കെ അപ്പുറമായിട്ട് ഇന്ന് ഈ രാഷ്ട്രീയത്തിലുള്ള എല്ലാവരുടെ മക്കളും നമ്മുടെയൊക്കെ മക്കളും അല്ലെങ്കിൽ യുവത്വങ്ങളും ഒക്കെ അല്ലേ ഈ നശിക്കുന്നത്. ഈ കഞ്ചാവും MDMA-യും അതുപോലെ കെമിക്കൽ ചേർന്ന ലഹരി പദാർത്ഥങ്ങൾ വരുന്നു. അങ്ങനെ നിരവധി അതിൻ്റെ ഫോം തന്നെ പല രീതിയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കനിവിനെ കസ്റ്റഡിയിലെടുത്തത്. സുഹൃത്തുക്കളായ 9 പേരും പിടിയിലായിട്ടുണ്ട്. റോയ് കൊട്ടാരച്ചിറ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായുണ്ട്. റോയ്, എവിടെ വെച്ചാണ് ഇവരെ പിടികൂടിയത്? എന്തൊക്കെയാണ് കണ്ടെത്തിയത്? കുട്ടനാട് എക്സൈസ് സംഘമാണ് MLA-യുടെ മകൻ കനിവിനെ കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, MLA-യുടെ മകൻ U പ്രതിഭ MLA-യുടെ മകനാണ് കഞ്ചാവുമായി പിടിയിലായിരിക്കുന്നതിന് മറ്റ് വിവരങ്ങൾ കൂടി. എല്ലാ ചാനലുകളും അത് കിട്ടിയ ഒരു രാഷ്ട്രീയ ആയുധമായി അതിനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവരൊക്കെ തന്നെ വലിയ സർവേ ഈ ചാനലുകളൊക്കെ നടത്തുമ്പോഴും ആ കുട്ടിയുടെ മാത്രം, ബാക്കിയുള്ളവരുടെ ഫോട്ടോയൊന്നും വരുന്നില്ല, ആ കുട്ടിയുടെ മാത്രം ഫോട്ടോ എടുത്ത് കാണിച്ച് ഒരു U പ്രതിഭ MLA-യെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ എതിരെ സംബോധന ചെയ്ത് പല വേദികളിലും പ്രസംഗിക്കുകയും അതുപോലെ അതിനെതിരെയുള്ള നടപടികളുമായിട്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് നേതൃത്വം കൊടുക്കുന്നൊരു MLA കൂടിയാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ MLA-യുടെ ആ സമയത്ത് ഉണ്ടായ വികാരങ്ങൾ അത് വേറെ, അത് നമുക്ക് കാണാം. തകഴി പാലത്തിനടിയിൽ നിന്നാണ് എക്സൈസ് പിടികൂടിയത്.
പൊതുസ്ഥലത്ത് മദ്യപാനം നടക്കുന്നുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പ്രതികളെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. എന്തായാലും ശരി, ഈ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ഇവരെ വെച്ച് ക്രൂശിക്കാതെ ഇതിൻ്റെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു ക്രിസ്മസോ അല്ലെങ്കിൽ പുതുവത്സരമോ വരുമ്പോൾ മാത്രമല്ല, ഓണം വരുമ്പോൾ മാത്രമാണ് ഈ സ്പെഷ്യൽ സ്ക്വാഡുകളും മറ്റും ഉണർന്ന് പ്രവർത്തിക്കുന്നത്. അതിനപ്പുറമുള്ള ദൈനംദിന ഈ പ്രവർത്തനം ഇവരുടെ ഊർജ്ജസ്വലമാക്കിയാൽ എനിക്ക് തോന്നുന്നത് കുറേ കൂടെയൊക്കെ രാത്രി കാലങ്ങളിലാണ് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന കല്ലട അതുപോലെ നിരവധി ബസ്സുകളാണ് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക്. അശോക കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു അശോക ട്രാവൽസിൽ നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ബസ്സുകാരുടെ അറിവോടുകൂടിയാണോ എന്ന് ചോദിച്ചാൽ ചിലതൊക്കെ അറിവ് കാണും, പക്ഷേ ചിലതൊന്നും അറിവ് കാണത്തില്ല. അവർ പാസഞ്ചറല്ല, അവരുമായിട്ടുള്ള ബന്ധം കാണത്തില്ല. പക്ഷേ ചിലതിൽ ഇതിന് പ്രോത്സാഹനം കൊടുക്കാൻ ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയും പൈസ കൊടുക്കുകയും ടിക്കറ്റ് ഫ്രീ കൊടുക്കുകയും അങ്ങനെ പല പരിപാടി. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഇതിൽ തന്നെ ഡിസ്ക്രിപ്ഷൻ ഇതിൽ കൊടുത്തേക്കാം. അപ്പം കാണേണ്ടവർക്ക് ലഹരിയുടെ ഒരു കടന്നുകയറ്റത്തെക്കുറിച്ചുള്ള കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോ ഉണ്ട്. പക്ഷേ അതിനൊന്നും വലിയ വ്യൂസ് കിട്ടുന്നില്ല. കാര്യം അതൊന്നും അല്ല, ആൾക്കാർക്ക് സെൻസേഷണലായിട്ടുള്ള ന്യൂസിനാണ് താല്പര്യം. ഇതിന് സമൂഹത്തിന് വേണ്ടി നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പം അതിന് എന്തുവാ എക്സ്പ്ലോസീവ് ന്യൂസ് ഒന്നും അല്ലെങ്കിൽ ആരും കാണില്ല. പക്ഷേ നമ്മുടെ ഒരു വീക്ഷണം എന്ന് പറഞ്ഞ ഇന്നത്തെ ഈ സമൂഹത്തിൽ ഈ കുട്ടികളെ കോളേജ് ക്യാമ്പസുകളിലും സ്കൂൾ ക്യാമ്പസുകളിൽ പോലും മറ്റ് യുവത്വങ്ങളെയൊക്കെ അതിക്രമിച്ച് കൊണ്ടിരിക്കുന്ന പിടികൂടിയിരിക്കുന്ന ഒരു മാരകമായ സംഭവമാണ് ഈ ലഹരി എന്ന് പറയുന്നത്. അതിൻ്റെ ഫോം എന്ന് പറയുന്നത് MDMA. ഇപ്പം പണ്ടൊക്കെ MDMA എന്നൊക്കെ പറഞ്ഞാൽ കേട്ടുകഴിവേ ഉള്ളൂ. ഇപ്പോൾ MDMA ഈ സ്ഥിരം പിടിക്കുന്നു. അതുപോലെ പാകിസ്ഥാനിൽ നിന്ന് ഗുജറാത്തിലേക്ക് വന്ന് എത്രയോ കിലോയാണ് കോടിക്കണക്കിന് രൂപയാണ് പിടിച്ചേക്കുന്നത്. അപ്പം മറ്റു രാജ്യങ്ങളുടെ ഇടപെടലും ഒരു സൈഡിലുണ്ട്. പക്ഷേ ഇങ്ങേയറ്റം അവിടെ നിന്ന് കയറി ബാംഗ്ലൂർ വരും. ബാംഗ്ലൂരാണ് ഇതിൻ്റെ നമ്മുടെ ഒരു ഹബ്ബായിട്ട് ലഹരിയുടെ മാറിയിരിക്കുന്നത്. അതേസമയം മകനെ കഞ്ചാവ് കേസിൽ പിടികൂടിയെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നാണ് പ്രതിഭയുടെ പ്രതികരണം. ഇതിന് എതിരെ പ്രതിഭ പറയുന്നത് അങ്ങനൊരു തെറ്റായ ന്യൂസായിരുന്നു എന്നൊക്കെ പറഞ്ഞുണ്ട്. അതേതായാലും ഒരു MLA എന്നുള്ള നില ശരിയാണ്. ആരും നമ്മുടെ മക്കളെ ഈ ലഹരിക്ക് പ്രോത്സാഹനം കൊടുക്കുകയോ അല്ലെങ്കിൽ അവരിൽ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാനേ ഏതൊരു അമ്മയും അച്ഛനും ശ്രമിക്കുകയുള്ളൂ. ഈ MLA പറയുന്ന ചില കാര്യങ്ങൾ കേട്ടോ, ആ വലിയ മഹാമനസ്കരായ ആൾക്കാർ ഇട്ടപ്പോഴാണ് ഞാനും ആ വാർത്ത അറിയുന്നത്. മാധ്യമങ്ങൾക്ക് ഭാവനയുണ്ടെന്നറിയാം, പക്ഷേ ഇത്രയും വലിയൊരു ഭാവന എൻ്റെ മകനെ കുറിച്ച് എഴുതിയത് തികച്ചും അങ്ങേയറ്റം. MLAക്ക് പരാതി മാധ്യമങ്ങൾ എല്ലാ ചാനലുകളും റിപ്പോർട്ടർ 24 ഏഷ്യാനെറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ 1-2 ചാനലുകൾക്കും എതിരെ ഏഷ്യാനെറ്റിനും 24-നും എതിരെയാണ് MLAക്ക്. അതൊക്കെ എന്തോ എനിക്കറിയത്തില്ല. MLAയുടെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതിനകത്ത് പറയുന്നതിലും രാഷ്ട്രീയം പറയാതെ ഇരിക്കുന്നതാണ് നല്ലത്. ഒരു സംഘത്തിലെ 9 പേരുണ്ടെങ്കിൽ സ്വന്തം മോൻ എങ്ങനെ പെട്ടു എന്ന് ചോദിക്കുന്ന MLAയോട് അതൊരു ന്യായീകരണവുമല്ല. എനിക്ക് എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചൊരു വാർത്തയാണ്. മാധ്യമധർമ്മം ഇങ്ങനെയൊന്നും ആവരുത് എന്നാണ് ആദ്യം തന്നെ 24-നോടും ഏഷ്യാനെറ്റിനോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അവർ രണ്ടുപേരുമാണ് മെയിനായിട്ട് ഈ വാർത്ത ഇട്ടത്. MLA കാണാത്തതുകൊണ്ടാണ് റിപ്പോർട്ടർ വിട്ടു. ഈ ന്യൂസ് കിട്ടുന്ന ഇതിനകത്ത് രാഷ്ട്രീയമൊന്നും അവർ നോക്കത്തില്ല. കാര്യം അവർക്ക് എപ്പോഴും നമുക്കൊരു സെൻസേഷണൽ ന്യൂസ് എങ്ങനെ കിട്ടും, ഏത് രീതിയിലാണ് എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർക്ക് മറ്റു വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് കിട്ടുന്ന ആ ഒരു ഇതിൽ രാഷ്ട്രീയത്തിനപ്പുറമുള്ള കാര്യങ്ങൾ ചാനലുകാർ ചെയ്യും. അവരുടെ ഒരു പ്രവർത്തനവും തന്നെ അതാണല്ലോ. മറ്റുള്ളവരുടെ ചോര കുടിച്ച് ജീവിക്കുന്നതിനൊക്കെ ചിലപ്പം ചിലർക്കെങ്കിലും സുഖം ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് വളരെ സത്യസന്ധമായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. അത് സത്യമാണ്. ഈ പ്രതിഭ MLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിനൊന്നും അപ്പുറം അവരെല്ലാ സാമൂഹ്യ പ്രശ്നങ്ങളിലും കായംകുളത്ത് ഇടപെടുന്ന എൻ്റെ തൊട്ടടുത്ത മണ്ഡലമാണ് കായംകുളം എന്ന് പറയുന്നത്. അപ്പം എല്ലാം ഞാൻ ഈ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് പല വേദികളിലും കാണാറുണ്ട്. എല്ലാവരുമായിട്ട് നല്ല സഹകരണത്തോടെ പോകുന്ന ഒരു MLA ആണ്. MLAക്ക് തന്നെ പാർട്ടിയിൽ നിന്ന് പോലും ഉള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പോട്ടെ, അതൊക്കെ മറ്റു കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഈ MLA ഈ രീതിയിലൊരു പ്രതികരണം
ആ മകൻ ഉൾപ്പെട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്യാമായിരുന്നു. കാര്യം അത് കൂടുതൽ ദോഷമേ ചെയ്യത്തുള്ളൂ. എൻ്റെ മകൻ ഈ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ വരുന്ന മറ്റു കുട്ടികളോ അല്ലെ കൂട്ടുകാരോ ഒക്കെ അവൻ കൂടിയിരിക്കുകയോ ചിലപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും അവനെ ചോദ്യം ചെയ്യുകയോ ഒക്കെ ചെയ്യും. പക്ഷെ വന്ന വാർത്ത എന്താ? 30 ഗ്രാം കഞ്ചാവുമായിട്ട് പ്രതിഭ MLA മകൻ എന്ന് പറഞ്ഞാണ് വാർത്ത വരുന്നത്. അപ്പം പ്രതിഭ MLA മകൻ എന്ന് പറയുമ്പോൾ മാത്രമല്ലേ ആ വാർത്തയ്ക്കൊരു ഹൈപ്പ് കിട്ടുള്ളൂ. എന്തിനാ? അത് തന്നെ, ആ ഹൈപ്പ് ഉണ്ടാക്കാനാണ് മീഡിയക്കാരുടെ ശ്രമം. ഇതിപ്പം MLA മകൻ ഉൾപ്പെടെ ഇതിനകത്ത് ഭയങ്കരമായ ഒരു ആഘോഷമാക്കി മീഡിയക്കാർ മാറ്റിയിട്ടുണ്ട്. അത് സത്യമാണ്. പക്ഷെ അതിനപ്പുറം MLA പ്രതികരണം ഈ ഇതിനകത്തിലെ എൻ്റെ മോൻ്റെ ഇന്നലെ പിടിച്ചത് എന്ന് പറഞ്ഞ് അഭിഷേക് എന്നൊരു പയ്യൻ്റെ ഇന്നല്ലേ, അപ്പം എൻ്റെ മോനല്ലല്ലോ എന്ന് പറഞ്ഞതിനകത്ത് ഒരർത്ഥവുമില്ല. നമ്മൾ ഈ കാര്യത്തിൽ MLA എന്നല്ല ആരുടെ കുട്ടികൾക്കും നമ്മുടെ സമൂഹത്തിൽ ഇതിൽ നിന്ന് മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ ഹൈപ്പിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വാസ്തവവിരുദ്ധമായ വാർത്തകൾ ഇടുന്ന അങ്ങേയറ്റം തെറ്റായ വാർത്തയാണ്. നിയമ നടപടികൾ തീർച്ചയായിട്ടും 24-നെതിരെയും ഏഷ്യാനെറ്റിനെതിരെയും എന്നെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ, ഞാൻ വലിയ പണം കൊടുത്ത് ഇതൊന്നും ചെയ്യാൻ കഴിയുന്ന ആളോ അല്ലെങ്കിൽ കള്ളപ്പണം കയ്യിലുള്ള ആളോ ഒന്നുമല്ല. പക്ഷെ ഇത്തരത്തിലാണെങ്കിൽ ഈ പ്രതിഭ MLA ഫാമിലിയെ കുറിച്ച് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ അവരുടെ കുടുംബജീവിതം തന്നെ നമുക്കറിയാം. ഭർത്താവ് കുറച്ച് നാളിന് മുമ്പാണ് വേറെ പിരിഞ്ഞത്. അപ്പോൾ നമുക്കറിയാം ഒരു വല്ലാത്ത രീതിയിലാണ് അവരുടെ കുടുംബജീവിതം തന്നെ പോയത്. പിന്നെ ഉള്ളതിപ്പം മകനാണ്. ഈ മകനെയെങ്കിലും അവർക്ക് അവരുടെ ഈ തിരക്കില്ലേ ചിലപ്പം മുഴുവൻ സമയം ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. കുട്ടികളാകുമ്പോൾ ഈ കമ്പനിയിലൊക്കെ പോകും. പക്ഷെ അത് അവരുടെ ഒരു അറിവോ അല്ലെ അവരതൊരിക്കലും ഒരു MLA എന്നല്ല ഒരമ്മ എന്ന രീതിയിൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. ഇനി നാളെ സമൂഹത്തിലേക്ക് പൊതുപ്രവർത്തക എന്ന നിലയിലേക്ക് ഇറങ്ങി മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ഏറ്റവും വലിയ ശക്തമായ ക്യാമ്പയിൻ ചെയ്യുന്നൊരു സ്ത്രീ കൂടിയാണ് ഞാൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ നല്ല ക്യാമ്പയിനുകളിലൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് കായംകുളത്തെന്നല്ല ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ. അപ്പോൾ ആ ഒരു MLA മകൻ ഉൾപ്പെട്ടതാണ് ഇതിനകത്തിൽ ഏറ്റവും വലിയൊരു വിഷയമാക്കി ഇപ്പം മാറ്റിയിരിക്കുന്നത്. ഇപ്പൊ എന്റെ മോനാണെങ്കിൽ പോലും അത് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ മോനെ അടക്കം തള്ളി പറയാനുള്ള ശേഷിയുണ്ട് മാനസികമായിട്ട് എനിക്ക്. പക്ഷെ ഇല്ലാത്തൊരു വാർത്ത പടച്ചു വിടുന്നതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ളതാണ്. ഇപ്പൊ നാളെ ഇന്നത്തെ തലമുറയിൽ ഈ പറയുന്ന MLA അത് ആ ഒരു പോയിന്റിൽ നമുക്ക് വിയോജിപ്പുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ MLA മകനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ പറയുന്നത് 90 ഗ്രാം പിടിച്ചെന്ന് പറയുന്നത് അത് 30 ഇപ്പോൾ MLA പറയുന്നു. പിന്നെ അത് 3 ഗ്രാമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടപെടലുകൾ എന്താണെന്ന് നമ്മളിപ്പോൾ നോക്കുന്നേ ഇല്ല. കാര്യം അതല്ല, 1 ഗ്രാം ആയാലും 30 ഗ്രാം ആയാലും 1 കിലോ ആയാലും അത് ലഹരി തന്നെയാണ്. അതിൻ്റെ ഉപയോഗത്തിൽ ഇടപെടുന്ന ഈ കുട്ടികളാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഏറ്റവും കൂടുതൽ ഞങ്ങളെയൊക്കെ വേദനിപ്പിക്കും. ഞാൻ വിമലാഞ്ചലം കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഞങ്ങൾ എടുക്കുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് ഡ്രഗ്സ്. സ്വാഭാവികമായിട്ടും നമ്മൾക്കറിയാം ഒരു 8ാം ക്ലാസ് കഴിയുമ്പോൾ തൊട്ട് നമ്മൾ 100 കുട്ടികളെ എടുത്താൽ അതിൽ 50 പേരും ഇത്തരത്തിലുള്ള ബാഡ് ഹാബിറ്റിന് അടിമപ്പെടുന്ന ഒരു കാലത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. സത്യമാണ്. ഇവിടുത്തെ ഞാൻ ഒരു സ്കൂളിൻ്റെ തലത്തിൽ ഒരു PTA പ്രസിഡന്റ് എന്ന നിലയിൽ, അതുപോലെ AKP ഫോട്ടോഗ്രാഫിയുടെ സംഘടന രീതിയിൽ ഇതെല്ലാം ഞങ്ങളുടെ സംഘടന സംഘടിപ്പിക്കുന്ന വലിയൊരു പ്രവർത്തനമാണ് ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ. സ്കൂളുകളിൽ തൊട്ടടുത്ത മുതുകളം എന്ന പ്രദേശത്തെ സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് നേരിട്ട് അനുഭവമാണ്. അത് ആൺകുട്ടികളല്ല പെൺകുട്ടികളാണെന്നുള്ളതാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. അത് ആ ക്ലാസ്സിൽ പോലും വിരുദ്ധ ക്ലാസ്സിൽ പോലും ലഹരി ഉപയോഗിച്ച പെൺകുട്ടികളെ ഞങ്ങൾ കണ്ടു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഭയങ്കരമായ ആശ്ചര്യം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. പക്ഷേ ഇതിന് ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടോ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും പ്രവർത്തനം അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ മാത്രം പ്രവർത്തനം, ഒരു സമൂഹം ഇതിൻ്റെ വിപത്ത് എന്താണെന്ന്, വിപത്തെന്നല്ല മഹാവിപത്താണ്. ഇതിൻ്റെ പേരിലാണ് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കഴിച്ചവർ തന്നെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കുന്നു. കൊലപാതകങ്ങൾക്ക് പോലും പ്രേരണ നൽകുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇവരെല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്താണ് ജീവിക്കുന്നത്. അപ്പം ആരാണ് ഉപയോഗിക്കുന്നത്, എവിടെയാണ് ഇത് വെച്ചിരിക്കുന്നത്, ഏതാണ് സോഴ്സ് ഒന്നും അറിയത്തില്ല. പക്ഷെ ഇവിടെ നമ്മുടെ വിഷയമല്ല. അപ്പം അതിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ സൂചിപ്പിച്ചാണ്. പക്ഷെ ഇവിടെ നിർഭാഗ്യകരമായ വാർത്ത എന്ന് പറഞ്ഞാൽ ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ
എൻ്റെ ഓഫീസിനോടോ ആരോടെങ്കിലും ഒന്ന് ചോദിക്കാമായിരുന്നു ഇത്തരത്തിലൊരു കാര്യം നടക്കുമ്പോൾ MLA കോൺടാക്ട് ചെയ്യാം. ഞാൻ സ്വാഭാവികമായിട്ട് രാവിലെ മുതൽ പ്രോഗ്രാമുകളിൽ നിൽക്കുന്ന ഒരാളാണ്. ഈ വാർത്ത വരുന്ന സമയത്ത് ഞാനിതൊന്നും കാണുന്നില്ല. എൻ്റെ കയ്യിൽ അന്നേരം ഫോണോ അല്ലെങ്കിൽ വാർത്ത കാണാനുള്ള സംവിധാനമോ ആ സമയത്തില്ല. പക്ഷെ പലരും ഞാൻ വാഹനത്തിലേക്ക് കയറുമ്പോഴാണ് ഇങ്ങനെ 24-ൽ വാർത്ത വരുന്നല്ലോ എന്ന്. ഞാൻ ആ സ്ക്രീൻഷോട്ട് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. MLAയുടെ മകനെന്ന് തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ അവിടെയും MLA അത് MLAയുടെ മകനല്ലാതെ ആകുന്നില്ലല്ലോ. ആ സംഘത്തിൽ പെടുമ്പം അത് ചിലപ്പോൾ ഈ പയ്യൻ നിരപരാധിയായിരിക്കാം. ഇപ്പോൾ സ്വാഭാവികമായി ഇപ്പം നമ്മൾ സഹകരിക്കുന്ന 10 പേരുണ്ടെങ്കിൽ നമ്മൾ കൂടിയിരിക്കുമ്പോൾ അവർ ചിലപ്പോൾ സ്ഥിരമായി ഇത് ഉപയോഗിക്കുന്നവരായിരിക്കും, നമുക്ക് പോലും അറിയില്ല. കൂടെ ഒരാളിത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൈവശം 3 ഗ്രാമോ 30 ഗ്രാമോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് രഹസ്യമായി വെച്ചുകൊണ്ട് പോയാൽ നമ്മൾ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മളും പെടും. ഇത് എത്രയും പെട്ടെന്ന് വെളിയിലിറങ്ങിയത് തന്നെ വളരെ ഒരു ഇതുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതൊരു രാഷ്ട്രീയത്തിൻ്റെ കളിയാണോ എന്താണെന്നറിയത്തില്ല. ഏതായാലും പോട്ടെ, ഈ കുട്ടികളെ നേർവഴിക്ക് നയിക്കുവാനുള്ള പ്രവർത്തനം ഇനിയും ഈ MLA കൂടുതൽ ഊർജ്ജസ്വലതയോടെ ചെയ്യണം. ാണ് MLAയുടെ ആ ഒരു ബ്ലഡിനുള്ള ഒരു ടേസ്റ്റാണ് 24 ഏഷ്യാനെറ്റും കാണിച്ചത്. മാധ്യമങ്ങൾക്ക് വൈരാഗ്യമാകാം രാഷ്ട്രീയക്കാരോട്, പക്ഷേ ഇതുപോലുള്ള ഇത്രയും വൃത്തികെട്ട മനസ്ഥിതി പാടില്ല എന്നുള്ളത് ദയവ് ചെയ്ത് എനിക്ക് ആ 2 ചാനലിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ആ വാർത്ത പിൻവലിക്കണം, ഖേദം പ്രകടിപ്പിക്കണമെന്ന് തന്നെയാണ്. MLA മറ്റ് ചാനലുകൾ കാണാത്തതുകൊണ്ടാണ് ഇപ്പം ഈ MLA ഇത് ബൈറ്റ് കൊടുക്കുന്ന റിപ്പോർട്ടർ ചാനലും ഇതേമാതിരി തന്നെ ന്യൂസ് കൊടുത്തു. പക്ഷേ MLA പ്രത്യേകിച്ച് ഈ ഒരു ന്യൂസ് കൂടെ കിട്ടുമ്പോൾ മറ്റ് ചാനലുകളൊന്നും വെച്ച് നോക്കാനുള്ളതല്ല, കേട്ടതിൻ്റെ ഒരു വികാരത്തിൻ്റെ പുറത്ത് MLA പറയുന്ന ഒരു കാര്യമായിട്ട് ഇത് കാണാൻ പറ്റത്തുള്ളൂ. അതായത് ചാനലുകാർ അത് പിൻവലിച്ച് അതിന് ക്ഷമ പറയണം എന്നൊന്നും പറഞ്ഞതിൽ ഒരർത്ഥവുമില്ല. തീർച്ചയായിട്ടും പിടികൂടി എന്നല്ല പറയുന്ന, 8 പേര് കൂടി ഇരുന്നിട്ട് അവരെ പിടിച്ചോണ്ട് പോയി. അതായത് അവര് കഞ്ചാവുമായി പിടികൂടി എന്നല്ല പറയുന്നത്. ഇപ്പം ഒരു അസ്വാഭാവികമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയണ്ടേ, നമുക്ക് സംശയാസ്പദമായിട്ടൊക്കെ ആരെങ്കിലും കണ്ടാൽ സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്യാം. അതിൽ എക്സൈസുകാർ ആര് ചോദ്യം ചെയ്താലും ഞാനും അവിടെ എക്സൈസുകാർ ജനങ്ങളുടെ പബ്ലിക്കിൻ്റെ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ സ്ക്വാഡ് വന്ന് പിടിക്കുന്നത്. അപ്പോൾ ഇവർ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവരുടെ കയ്യിൽ നിന്ന് 3 ഗ്രാം പിടിച്ചു, എത്രയായിക്കട്ടെ. ഇത് മറ്റൊരു കാര്യം പറയുന്നത്, ഇത് കുപ്പിയിൽ കലക്കി കഴിക്കുന്ന ഒരു രീതി, പുതിയ രീതി പോലും ഇവർ പറയുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് എത്രത്തോളം സത്യമുണ്ടെന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ട കാര്യമാണ്. ഇതിന്റെ കൂടെ നിൽക്കുന്ന ആളാണ്, അതിനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. വന്ന വാർത്ത എന്താ? കഞ്ചാവുമായി MLA പ്രതിഭയുടെ മകൻ പിടിയിലെന്ന വാർത്തയാണ്. ആ വാർത്തയോടാണ് ഞാൻ വിയോജിക്കുന്നത്. ബാക്കി അവിടെ നടന്നിപ്പോൾ ചിലപ്പോൾ ചോദ്യം ചെയ്യാനായിട്ട് അവർ പിടിച്ചിട്ടുണ്ടാവും, കൂടിയിരിക്കുന്നവരെ ചോദ്യം ചെയ്യുമായിരിക്കും, അങ്ങനെ ഇവിടെ എന്തെല്ലാം നടക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള വാർത്തയാണ് തീർച്ചയായിട്ടും തെറ്റായ വാർത്തയാണെന്ന് പറഞ്ഞാൽ എന്നോടൊന്ന് ചോദിക്കാൻ പോലും നിന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും ഇത് MLA പറയുന്ന ഇതിന് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. MLAയുടെ മകനുള്ളപ്പോൾ അതിനകത്ത് ഒരു കൂടുതൽ വാർത്തയ്ക്ക് പ്രാധാന്യം വരും. MLAയോട് ചോദിക്കണം എന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല. ഈ ജനകീയം എന്ന് പറയുന്നത് തലപ്പത്തുള്ളവരോട് അവരുടെ മക്കൾ തെറ്റ് ചെയ്താൽ അത് ചോദിക്കണമെന്ന് പറഞ്ഞാൽ ഒരർത്ഥമില്ല. ഒരമ്മയുടെ വികാരമായിട്ട് ഇതിനെ കാണാൻ പറ്റത്തുള്ളൂ. എക്സൈസ് ഓഫീസിൽ ചോദിച്ചു. അപ്പൊ അങ്ങനെ ഒരു വാർത്ത അവരാരോടും ഷെയർ ചെയ്തിട്ടില്ല എന്ന് അവർ തീർത്ത് പറയണം. അങ്ങനത്തെ ഒരു കാര്യമോടെ, കാരണം എന്തെങ്കിലും പിടിച്ചാലല്ലേ പിടിച്ചെന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരു കാര്യം പിടിച്ചിട്ട് ഈ ഗ്യാങ്ങിൽ നിന്ന് പോലും പിടിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല അതിനെപ്പറ്റി. MLAയുടെ ഇതിൻ്റെ ഒരു അറിവിൻ്റെ പ്രശ്നങ്ങളാണ്. ഇത്രയും എക്സൈസുകാരും പോയി പിടിച്ചിട്ട് അതിനകത്ത് MLAയുടെ മോൻ്റെ പേര് വന്നും ബാക്കി 8 പേര് കൂട്ടുകാരുടെ പേര് അവർ മീഡിയയിൽ പറയുന്നില്ല എന്നുള്ളേ ഉള്ളൂ. പക്ഷേ MLAയുടെ ഒരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇങ്ങനെ ഒരു പ്രതികരണം. എല്ലാ ചാനലുകളിലും ഒരേ രീതിയിൽ തന്നെയാണ് ഈ ന്യൂസ് കൊടുത്തിട്ടുള്ളത്. ചില ചാനലുകൾ കുറച്ച് കൂടുതൽ അതിനകത്ത് പൊടിപ്പും തങ്ങലും കലർത്തി എന്നുള്ളത് സത്യമാണ്. പക്ഷേ നമ്മൾ ഈ വിഷയത്തിൽ രാഷ്ട്രീയത്തിനും മറ്റു കാര്യങ്ങൾക്കും അപ്പുറം നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളും മറ്റും ഒരു സൈഡിൽ നടക്കുന്നതിനെ കുറിച്ച് മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും മാത്രം രാഷ്ട്രീയക്കാർ ശ്രദ്ധിക്കുമ്പോൾ ഇതിനെതിരെ വേണം കൂടുതൽ പ്രവർത്തിക്കുവാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.